എന്നെ നിങ്ങൾക്കറിയോ? ഇല്ലല്ലേ? എൻ്റെ ഈ ചെറിയ ചാനലിലൂടെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടാം, എനിക്ക് നിങ്ങളെ പരിചയപ്പെടാം, നമുക്ക് കൂട്ടാവാം. നിങ്ങൾ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നത് ചൂട് ഇലയപ്പം കഴിക്കുന്ന എന്നെയാണ്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇന്ന് നമ്മുടെ മിതുക്കുട്ടി വീട്ടിലുള്ള ദിവസമാണ്. അവൾ വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞണ്ടും ഒക്കെ കഴിക്കണം. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ, നല്ല തണുപ്പ്. ഈ മഴയും തണുപ്പൊക്കെ കണ്ടാൽ അപ്പോഴും നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനവും തിന്നാൻ തോന്നുന്നൊരു സാധനമുണ്ട്. എന്താണ്? ഇലയപ്പം. ഈ കാണുന്ന നല്ല പഴുത്ത വരിക്കച്ചക്കൊണ്ടാണ് ഇന്നത്തെ ഇലയപ്പം. എവിടെ നിന്നാണെന്നല്ലേ? 2 ദിവസം മുമ്പ് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ചക്ക അടത്തിട്ടേക്കുന്നു. അപ്പോൾ ചേച്ചി അണ്ണന് വന്നപ്പോഴത്തേക്ക് ചക്ക അടത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വരിക്കപ്പിലാവ് ഉണ്ട് കേട്ടോ. നല്ല തേൻ വരിക്കയാണ് അതിൽ പിടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ലാസ്റ്റ് പിടിക്കുമ്പോഴത്തേക്ക് അതിൽ വെള്ളമൊക്കെ കയറി അതിൻ്റെ രുചിയൊക്കെ അങ്ങ് പോവും, ആ മധുരമൊക്കെ അങ്ങ് പോവും. ആ തേൻ വരിക്കയുടെ രുചിയും മധുരവും ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവസാനം പിടിക്കുന്ന ചക്ക എടുത്ത് നമുക്ക് വലിയ പ്രിയമൊന്നും കാണത്തില്ല. എന്തായാലും 2-3 അത് ഇത്തവണ പിടിച്ചിട്ടുണ്ടായിരുന്നോളൂ. അതെന്തായാലും ഇങ്ങനെ അടത്തിട്ട് മേലെ നിൽക്കുമ്പോൾ കാണുമ്പോൾ കുഞ്ഞായിട്ട് തോന്നുമെങ്കിലും അടത്തിടുമ്പോൾ വലിയ ചക്കയാണ്. അപ്പോൾ ഒരെണ്ണം ചേച്ചി കൊണ്ടുപോയി, ഒരെണ്ണം അവിടെ ഇട്ടിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അത് വെടിച്ചൊക്കെ കീറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞു പിറ്റെന്ന് വരുമ്പോൾ അത് വെട്ടി കീറാന്ന് പറഞ്ഞിട്ട് പിറ്റെന്ന് ചെന്ന് വെട്ടി കീറിയപ്പോഴത്തേക്ക് അതിൻ്റെ പകുതി നീറി പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭാഗം മാത്രം നമ്മൾ വെട്ടിയെടുത്തിട്ട് കുറച്ച് അമ്മയ്ക്ക് കൊടുത്ത് ബാക്കി ഞാൻ കൊണ്ടുവന്ന്, എന്നിട്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ബാക്കി എടുത്ത് ഫ്രിഡ്ജ് വെച്ച് പിറ്റേന്ന് എന്നാ നോക്കിയപ്പോഴോ നല്ല അടിപൊളി സെറ്റായിട്ട് പഴുത്ത് നല്ല രുചി, നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചക്കപ്പഴത്തിലാണ് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്നത്. തേങ്ങ ശർക്കരയും മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് ആദൂനാണ്. അവൻ ഈ പഴുത്ത ചക്ക മാങ്ങ അതൊന്നും പിടിക്കത്തില്ല. ചിലപ്പോൾ അവ ഇതും കഴിക്കത്തില്ല, എന്നാലും അവന് വെച്ചിട്ടുണ്ട്. ആ കേട്ടത് എൻ്റെ സങ്കടത്തിൻ്റെ വിളിയാണ്. എൻ്റെ ഫോൺ തടപടാന്ന് താഴെ പോയി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പതുക്കെ എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് ഓരോന്നൊക്കെ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പക്ഷേ ഗിരീഷിന് വന്നത് എന്നെ തട്ടിയിട്ടൊന്നുമില്ല, എങ്ങനെയോ അത് പെട്ടെന്ന് താഴെ പോയി. പക്ഷേ ഗിരീഷിനെ പെട്ടെന്ന് എടുത്തു. പക്ഷേ തറയുണ്ട് എൻ്റെ മിതുക്കുട്ടി എനിക്ക് മേടിച്ചെന്ന ഫോണായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് എൻ്റെ ഫോണിന് ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരു 2-3 തൊട്ട് അത് മേടിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്നൊക്കെ വീണൊക്കെയുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക കൊണ്ടുണ്ടാക്കിയ നല്ല സൂപ്പർ ഇലയപ്പം അടിപൊളിയായിട്ട് ഇവിടെ വെന്ത് സൂപ്പറായിട്ട് കിട്ടിയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളെ നന്നായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ആ ഫില്ല് ചെയ്ത് വെച്ചിരിക്കണം. ആ ചക്കയും ശർക്കരയും തേങ്ങയും എല്ലാം കൂടിയൊക്കെ അതിരുന്ന് വെന്തപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നേ. ഫോൺ വീണതൊക്കെ എടുത്ത് തന്നിട്ട് എൻ്റെ കെട്ടിയവൻ വീണ്ടും ഇതോ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്, വിളിക്കട്ടെ. എങ്ങനെ ഇരിക്കുന്നു? വായി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ കെട്ടിയവൻ ഓടി. ഇങ്ങനെയുള്ള എൻ്റെ ശീലങ്ങളൊന്നും ആളിന് ഇഷ്ടമല്ല. അപ്പോൾ ഇന്നത്തെ രാത്രിയിലെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഓക്കെ, ബൈ.